ആൻസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയാണ്. പൂരി ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ മസാല കാണിക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ മീറ്റ പാനി, അത് വെച്ചാൽ മധുരമുള്ള വെള്ളം, പിന്നെ ചെറിയ പുളിയുള്ള വെള്ളം ഒക്കെ കാണിക്കുന്നുണ്ട്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ക്വാറന്റൈൻ ടൈമിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് 4 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് പൂരി ഉണ്ടാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാം. പൂരി ഉണ്ടാക്കാനായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, ഇത് രണ്ടും ഒന്ന് കൈകൊണ്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചെടുക്കാം. 1/2 കപ്പ് റവ എടുത്തതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ റവ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണ് ചൂട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുക്കേണ്ടത്. നല്ല ചൂടായതുകൊണ്ട് ആദ്യം ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. ഇനി ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. നല്ല കട്ടിയുള്ള ഒരു മാവാക്കി മാറ്റണം. ഇതുപോലെ നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അത്യാവശ്യത്തിന് സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ നല്ല ഹാർഡായിരിക്കും. ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കി വെക്കുക. ഇനി ഇത് ഒന്ന് മൂടി വെച്ച് 30 മിനിറ്റ് നേരം മാറ്റി വെക്കാം. 30 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഇതൊന്നുകൂടി ഒന്ന് കുഴക്കാം. ഒരു 1-2 മിനിറ്റ് വരെ കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. ഞാൻ കാണിച്ചുതരാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാം, എന്നിട്ട് ഇതുപോലെ അമർത്തി വെക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 35 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തുന്നത് നോക്കാം. അതിനു മുന്നേ കുറച്ച് മൈദ എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസിലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാടൊന്നും ഇടണ്ട. അതുപോലെ പരത്താനും ഒരുപാട് മൈദ യൂസ് ചെയ്യണ്ട. ഒരുപാടായാൽ ഫ്രൈ ആകുമ്പോൾ ശരിയാവില്ല. അപ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് ഒരു 5 സെൻറ്റിമീറ്ററോളം വരുന്ന രീതിയിൽ പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയിലും ആവണ്ട, ഒരുപാട് നേരിയതും ആവണ്ട. പൂരിയൊക്കെ ഉണ്ടാക്കില്ല, അതിനേക്കാളും നേരിയതാവണം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതൊരു 35 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ അവസാനം ഉണ്ടാക്കിയത് ആദ്യം എന്ന രീതിയിലാണ് പ്ലേറ്റിൽ നിരത്തി വെക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയ്ക്ക് മീഡിയം ചൂട് മാത്രം മതി. ആദ്യം പരത്തി വെച്ചത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. ഇത് പൊങ്ങി വന്നിട്ട് ഒന്ന് തണിഞ്ഞിട്ട് അത് ക്രിസ്പായിട്ട് വന്നിട്ടുണ്ടോ, ക്രഞ്ചി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലാന്നാണെങ്കിൽ ഒന്നുകൂടി തിന്നായിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്താൽ അത് കറക്റ്റായിട്ട് ക്രിസ്പായിട്ട് വരും. ഒരുപാട് നേരിയതായി പോകരുത് പരത്തുമ്പോൾ. ഒരുപാട് നേരിയതായ അത് പൊങ്ങ പോലുമില്ല. ചിലപ്പോൾ ഓട്ടയൊക്കെ വന്നാൽ പിന്നെ പൊങ്ങത്തില്ല. പക്ഷെ ക്രിസ്പി ആയിരിക്കും, കറക്റ്റായിരിക്കും, എന്തായാലും ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ക്രിസ്പി അല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പരത്തി കൊടുക്കുക.
35 പൂരികളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചെയ്തപ്പോൾ എല്ലാം പെർഫെക്റ്റായി വന്നിരുന്നില്ല. ആദ്യമൊക്കെ ചെയ്തത് സോഫ്റ്റായി പോയിരുന്നു. അതിനുശേഷം ഒന്ന് പരത്തി കൊടുത്തപ്പോൾ അത് ഇട്ടത് നല്ല പെർഫെക്റ്റായി ക്രിസ്പി ആയിട്ട് വന്നു. പിന്നെ ചിലതിന് കുഞ്ഞു ഓട്ടകളൊക്കെ വന്നതൊക്കെ ക്രിസ്പായിരുന്നു, പക്ഷേ അത് പൊങ്ങി വന്നില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഒരിക്കലും ഫെയിൽ ആവത്തില്ല. ഫെയിൽ ആയാലും നമുക്ക് ശരിയാക്കാനൊക്കെ പറ്റും ഇത്. അപ്പോൾ ഇതാ നമ്മളെ പെർഫെക്റ്റ് ക്രിസ്പി പൂരി ബോൾസ് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 35 ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. പാനിപൂരിയുടെ മീറ്റ പാനി ഉണ്ടാക്കിയെടുക്കാം. മധുരമുള്ള വെള്ളം. മീറ്റ പാനി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റൗവിലേക്ക് ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് 2 ബ്ലോക്ക് വെല്ലം ഇട്ട് കൊടുക്കാം. ശർക്കര, 2 നാരങ്ങ വലുപ്പത്തിലുള്ള കുരു ഇല്ലാതെ പുളി കഴുകിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലെ വെല്ലം മെൽട്ടായി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെല്ലമൊക്കെ മെൽട്ടായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരയും പുളിയും ഇട്ട പാനി റെഡി ആയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. അത് ഇതിലൂടെ ഒരു അരിപ്പ വെച്ച് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇത് കൈ കൊണ്ട് പുളികളെല്ലാം നന്നായിട്ട് പിഴിയാം. അതിലെ ജ്യൂസെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. 1 കപ്പോളം വെള്ളം ഉപയോഗിച്ച് കുറച്ച് കുറച്ചായിട്ട് ഇത് പിഴിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടി. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് സാധാരണ ജീരകം ഇട്ട് 2 മിനിറ്റ് വറുത്ത് പൊടിച്ചെടുത്തതാണ്. എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീറ്റ പാനി റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പായ തീക്ക പാനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പുളിയുള്ള വെള്ളമാണ്. തീക്ക പാനി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് കുരുവില്ലാതെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത പുളിയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിരാൻ വെക്കാം. ഒരു ചട്നി ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1/4 കപ്പ് വെള്ളം. ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. ഒന്നര കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മുഴുവനും അരിച്ചെടുക്കാം.
ഇതിലേക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പുതിനയുടെയും മല്ലിയിലയുടെയും പുളിയുടെയും ഒക്കെ ടേസ്റ്റുള്ള തീക്ക പാനി റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണിത്. അവസാനത്തെ സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. പൊട്ടറ്റോ മസാല. പൊട്ടറ്റോ മസാല എന്ന് വെച്ചാൽ ഇത് നമ്മൾ പൂരിയുടെ നടുക്ക് വെക്കുന്ന മസാല. ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗളിൽ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പാനിപൂരിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കഴിക്കുന്നതെന്ന് കാണിക്കാം. ഒന്നുകൂടി വെക്കാം. പാനിപ്പൂരി ഉണ്ടാക്കാൻ വെറും 1.5 മണിക്കൂറാണ് എനിക്ക് വേണ്ടി വന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. അതുകൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ബാക്കി വീഡിയോസ് അപ്പോൾ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷനിലെ ബെൽ ഐക്കൺ എന്തായാലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.